everyone, welcome to Mehar'skitchen. Muringakka കൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ? മമ്മി കാണിച്ചു തരും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ഇൻഗ്രീഡിയൻസ് എന്തെല്ലാണെന്ന് നോക്കാം. ഇതിനാവശ്യമുള്ളത് 300 ഗ്രാം മുരിങ്ങാക്കായ് നീളത്തിൽ കട്ട് ചെയ്തത്, 2 മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞത്, തൂമിക്കാനായിട്ട് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് കരിവേപ്പില, പിന്നെ 2 നുള്ള് കായംപൊടി. ആദ്യം മുരിങ്ങക്കായ് വേവിച്ചെടുക്കണം. ഇതിനാവശ്യമുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് തക്കാളി, ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഗ്യാസുമേ മീഡിയം ഫ്ലെയിമിൽ വെള്ളം വറ്റണ വരെ വേവിച്ചെടുക്കണം. വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞ് മുരിങ്ങക്കായ് വെന്ത് കഴിഞ്ഞു. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. എണ്ണ ചൂടായ ഇതിലേക്ക് കടുകും ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വേപ്പിൻ്റെ ഇലയും കായംപൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാള സോഫ്റ്റും ട്രാൻസ്ലൂസൻറ്റും ആവണ വരെ ഇത് വഴറ്റി കൊടുക്കാം. സവാള സോഫ്റ്റ് ആയിട്ടുണ്ട്, ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മുരിങ്ങാക്കായ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുരിങ്ങാക്കായ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 മിനിറ്റ് വഴറ്റി കൊടുക്കാം. അങ്ങനെ മുരിങ്ങാക്കായ് മസാല റെഡിയാണ്. ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ട്രൈ ചെയ്യുക. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.